കോൺഗ്രസിനകത്ത് നടക്കുന്ന ഗ്രൂപ്പ് യുദ്ധങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഉമ്മൻചാണ്ടിക്കെതിരായി ഹരിത MLA മാർ മുതൽ VM സുധീരൻ വരെ പലരും പലതവണയായി പോരാട്ടങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി അതൊക്കെ കേട്ട് അസഹിഷ്ണുതയോടെ ഇരിക്കുന്നയാളാണോ? അടുത്ത കാലത്ത് ഏറെ പഴികേട്ടുകൊണ്ടിരിക്കുന്ന VD സതീശന് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഏറ്റവും ഒടുവിൽ അടൂർ പ്രകാശ് പുറത്തിറക്കിയ വിവാദ ഉത്തരവ് വരെ സർക്കാരിനെ വിമർശിച്ചയാൾ എന്ന നിലയിൽ സതീശൻ തന്നെയാണ് ഇക്കാര്യം പറയാൻ യോഗ്യൻ. മന്നവേന്ദ്രനിൽ ചന്ദ്രമുഖം കാണുന്ന കവികളെയാണത്രേ ഇക്കാലത്ത് നേതാക്കൾക്ക് ആവശ്യം. അതുകൊണ്ട് സതീശനെ പോലുള്ളവരെ ഒരു വിധത്തിലും സഹിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാവുകയേയില്ല. ഗീതങ്ങൾ പാടി ആളുകൾ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്ന് പാടിയ പഴയ രാജസദസ്സിലെ കവികളെയാണ് എല്ലാവർക്കും ആവശ്യം. അങ്ങനെയുള്ള കവികളുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് വീരശൃംഖലകളും മറ്റു കാര്യങ്ങളും ഒരുപാട് കിട്ടുന്ന കാലമാണ്. പഴയ രാജസദസ്സിൽ രാജാക്കന്മാർ വീരശൃംഖലയും പട്ടും വളയും മറ്റു ഗ്രാമങ്ങളും എഴുതി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ഈ അതേ തരത്തിലുള്ള രാജസദസ്സിലെ കവികൾക്ക് കുറച്ചുകൂടി കൂടുതൽ സാധ്യതയുണ്ട്. അന്നൊരു പരിധി വിട്ട് രാജാവിനെ പുകഴ്ത്തിയാൽ രാജാവിനൊരു സംശയം തോന്നുമായിരുന്നു. പക്ഷെ ഇന്ന് പുകഴ്ത്തുന്നവരെയും സ്തുതിഗീതങ്ങൾ പാടുന്നവരോടും മാത്രമാണ് താല്പര്യം. ഒരു തരത്തിലുള്ള വിമർശനവും ആരും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്ന കാലമാണ്. അസഹിഷ്ണുത ഏറ്റവും ഒടുവിൽ കണ്ടത് സാക്ഷാൽ അടൂർ പ്രകാശിന്റെ ഉത്തരവിന്റെ പേരിലാണ്. അതിനു മുമ്പ് നെല്ലിയാമ്പതി, ബാർക്കോഴ, മറ്റ് നിരവധി അഴിമതി കേസുകൾ തുടങ്ങി സതീശൻ, ഉമ്മൻചാണ്ടി മുതൽ KM മാണി വരെയുള്ളവരെ നിരന്തര വിമർശനത്തിന് ഇരയാക്കിയിരുന്നതാണ്. 2005 വരെ ഭൂമി കയ്യേറിയവർക്കെല്ലാം പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചിറക്കിയ ഉത്തരവിന്റെ കാര്യമെടുക്കുക. പ്രതിപക്ഷം പോലും കൈകെട്ടി വാപൊത്തിയിരുന്നപ്പോൾ സതീശനാണ് വാളെടുത്തുറഞ്ഞത്. എന്നിട്ട് എന്തു സംഭവിച്ചു? 10,000 ഏക്കർ നടക്കുന്ന വനഭൂമിയെ കുറിച്ചുള്ള കേസുകൾ എന്താവും എന്നൊരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ആക്ഷേപങ്ങളായി, പരിഹാസമായി, ഗ്രൂപ്പ് രാഷ്ട്രീയമായി, ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി വരെ അസംതൃപ്തി, ഒരു ഡിസ്പ്ലഷർ പ്രകടിപ്പിച്ചു. അപ്പൊ എവിടെ നിന്നാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? ആ വിമർശനങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അസഹിഷ്ണുത കാണിക്കാതെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു മുഖം. എന്തെങ്കിലും കമന്റുകൾ കോടതി പറഞ്ഞാൽ അതിൽ കുറച്ച് അടിത്തറയുണ്ടോന്ന് കൂടി നമ്മൾ അന്വേഷിക്കണ്ടേ? എവിടെ എന്താണ് മാവിലല്ലേ കല്ലേറ് വരുള്ളൂ. മാവല്ല കൊലച്ചിരിക്കുന്ന സ്ഥലത്തേക്കല്ലേ കല്ലേറുള്ളൂ. ഇല്ലാത്തടത്തേക്ക് ആരെങ്കിലും കല്ലെറിയോ? അപ്പൊ കല്ലെറിയുമ്പോൾ നമ്മളൊന്ന് നോക്കിയേക്കണം, നമുക്ക് വല്ല കുഴപ്പമുണ്ടോ, വല്ല പേട് മാങ്ങ ഇതിന്റെ കൂടെ ഉണ്ടോ, നമ്മുടെ പ്രശ്നങ്ങൾ വല്ലതുകൊണ്ടൊന്ന് നമ്മളൊരു അന്വേഷണം നടത്തിയേക്കണം. ഉമ്മൻചാണ്ടി എന്തൊക്കെ പറഞ്ഞാലും സതീശൻ ഇനിയും വരും സാർ. കാരണം CN ബാലകൃഷ്ണനെ പോലും മന്ത്രിയാക്കിയിട്ടും സതീശനെ മൂലക്കിരുത്താൻ നോക്കിയില്ലേ? ഒരർത്ഥത്തിൽ സതീശന്റെ നല്ല കാലമാണ്. പ്രതിപക്ഷം പോലും സതീശനെ പുകഴ്ത്തുന്ന കാലം. സകല കോൺഗ്രസുകാരെയും ചീത്ത വിളിക്കുന്ന ഉഴവൂർ വിജയൻ പോലും സതീശനെ ഇതാ വാഴ്ത്തുകയാണ്. ഉണക്ക MLA-മാരാണ് കേരളത്തിന്റെ അസംബ്ലിയിൽ നമ്മുടെ ജമീല പ്രകാശത്തെ കയറി പിടിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഇവര് പച്ച MLA-മാരാണ്. ഇവരതിന് തയ്യാറായില്ല. സന്തോഷകരമായ കാര്യമാണ്. കോൺഗ്രസിൽ തന്നെ അതിന് തർക്കം ഉണ്ടായി. ഇത്രയും ചെറുപ്പക്കാരുണ്ടായിട്ട് നീയൊക്കെ എവിടെ നോക്കിയിരിക്കുകയായിരുന്നടാ? ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് ഈ വയസ്സായി ഞങ്ങൾ വേണമല്ലോ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. കഷ്ടമായി പോയി. ഇനിയൊന്നും നിനക്കടുത്ത പണിയൊന്നും സീറ്റ് പോലും തരികയല്ല എന്ന് പറയേണ്ട അവസ്ഥാവിശേഷവും നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും സതീശന്റെ ഇമേജ് കൊണ്ടൊന്നും ജനത്തിന്റെ സംശയം തീർക്കാൻ കഴിയില്ലല്ലോ. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ മുക്കിന് പ്രസ്താവന ഇറക്കുമായിരുന്ന കോൺഗ്രസുകാർ ചാവക്കാട്ടെ ഗ്രൂപ്പ് രാഷ്ട്രീയ കൊലയെക്കുറിച്ച് മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകമേ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകമാകാം എന്നതാണത്രേ കോൺഗ്രസുകാരുടെ ഇപ്പോഴത്തെ നിലപാട്. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.